ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഈ INDA എന്ന് പറഞ്ഞ സഖ്യത്തിൽ ആരാണുള്ളത്? ഈ കോൺഗ്രസ്സുകാരൻ്റെ വർത്താനം കേട്ടാൽ വിചാരിക്കും CPM എന്തോ വലിയൊരു അവർക്ക് പ്രതിഷേധിക്കുന്ന എന്താ പറയുക, അവരുടെ ശത്രുവാണ്. CPM-ഉം കോൺഗ്രസും ബായിയാണ്. വടകരക്ക് തൊട്ടടുത്തുള്ള മാഹി പോയാൽ CPM-കാരനും കോൺഗ്രസ്സുകാരനും ഒരുമിച്ച് ഒരു സ്റ്റേജിലാണ്. എന്നിട്ട് വടകരയിൽ വന്നിട്ട് ഇങ്ങനെ CPM പറയും കോൺഗ്രസ് പറയും എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് CPM. പിന്നെ പറഞ്ഞ BJPക്ക് 10% വോട്ടേ ഉള്ളൂ. ഞാൻ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ 50-60% വോട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എത്ര ശതമാനം വോട്ട്? അവിടെ മത്സരിക്കാൻ പറ്റാണ്ട് പലരും ഇങ്ങോട്ട് ഓടിപ്പോരുമല്ലേ? എന്താ അവിടെ എന്താ വോട്ട് ശതമാനം എന്തല്ലേ? 40-50% വോട്ടുണ്ടായ പാർട്ടി ഇപ്പോൾ എത്ര ശതമാനം വോട്ടായുള്ളത്? അവിടെ മത്സരിക്കാൻ ഭയമായിരിക്കുന്നു. ഓടി ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരിക ഈ പാവങ്ങളായ കേരളക്കാരെ പറ്റിക്കാൻ. കാരണം CPM-ന്റെ നേതാക്കന്മാരുമായിട്ട് ആത്മബന്ധമുള്ളവരെ ഇവർ. ഞാൻ കോൺഗ്രസ് എന്ത് സേവന പ്രവർത്തനം നടത്തുന്നത്? കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ കോൺഗ്രസ്സുകാരൻ കാണുന്നത്? ഈ സാമൂഹ്യ സേവന പ്രവർത്തനത്തിൽ എന്ത് കോൺഗ്രസ്സാണ് ഉള്ളത്? അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ CPM-ന്റെ ഏത് പ്രതിരോധത്തിനാണ് CPM-നുള്ളത്? കോൺഗ്രസ്സുകാരനുള്ളത്? CPM-നെ പ്രതിരോധിക്കുന്ന BJP-യാണ്. കള്ളപ്രചരണം, അതുപോലെ തന്നെ ഈ സാമൂഹ്യ തിന്മകൾ CPM കാണിക്കുന്ന എല്ലാ നെറുകേടിനെതിരായിട്ട് ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ BJP-യാ. അവിടെ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ബായിയാണ്. ഒരു വശത്തെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇവര് പറയുന്നത് കേട്ടാ വിചാരിക്കുമ്പോൾ ഇവരെന്തോ വലിയ ശത്രുക്കളാണ്. ഇവരൊരു ശത്രുക്കളും അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് അവിടെ മത്സരിക്കല്ലേ? ആനി രാജ അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. ഈ ആനി രാജക്ക് അനുകൂലമായിട്ട് സീതാറാം യെച്ചൂരി വരുവോ? പ്രകാശ് കാരാട്ട് വരുവോ? കോൺഗ്രസ്സുകാരാ നിങ്ങൾ പറ. വരില്ല. കാരണം എന്താ? നിങ്ങൾ ഒരുമിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്താൻ നിങ്ങൾ വരുവോ? നിങ്ങൾ ഈ CPM-ന്റെ നേതാക്കന്മാർ അവിടെ വരുവോ? വരില്ല. കാരണം നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ഒരു കാറിൽ ഒരു വാഹനത്തെ കറങ്ങുന്നു, ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നു, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുന്നു, എന്നിട്ട് അവിടെ കേരളത്തിലെത്തും മാത്രം 2 വണ്ടിയിൽ വരികയാണ്, 2 വാഹനത്തിൽ വരികയാണ്. കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ നരേന്ദ്രമോദി ഇനിയും അധികാരത്തിൽ വരുന്ന ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് 10% വോട്ടാന്നുള്ളൂ. അപ്പം ഞങ്ങളെ 10% വോട്ടെന്നാണ് ഞങ്ങളെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. 34 വർഷം നിങ്ങൾ ബംഗാൾ ഭരിച്ചിട്ടില്ലേ? 30 വർഷം നിങ്ങൾ ബംഗാൾ ഭരിച്ചു. 34 വർഷം ബംഗാൾ CPM ഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പാർട്ടിന്റെ സ്ഥിതി എന്താ? നിങ്ങളുടെ സ്ഥിതി എന്താ? ഇപ്പൊ അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? CPM-ന്റെ സ്ഥിതി എന്താ? 30 വർഷം ഈ ത്രിപുര ഭരിച്ച CPM-ന്റെ സ്ഥിതി എന്താ? ഞങ്ങൾ ആരും കൊണ്ടേനും അവിടെ 2% വോട്ടായിരുന്നു. അവിടെ 10% വോട്ടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറയൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. വികസനം കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും, ആരാണ് ഇന്ത്യയിലെ അഴിമതിക്കാർ എന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇന്ന് കേജ്രിവാളിന്റെ പിന്നാലെ നടക്കുക. കേജ്രിവാളിനെ BJP ED-നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതി ഇപ്പൊ കോൺഗ്രസ്സുകാരെ മിണ്ടുന്നില്ലല്ലോ. ഹൈക്കോടതി എന്താ പറഞ്ഞത്? വ്യക്തമായ തെളിവുണ്ടെന്നാ പറഞ്ഞേ. അണ്ണാ ഹസാരെ എന്താ പറഞ്ഞേ? ഓൻ എൻ്റെ കൂടെ നിന്നവനാ. മദ്യനയത്തിനെതിരെ പോരാടിയവനാ, മദ്യ കച്ചവടത്തിനെതിരെ. എന്നിട്ട് ഭരണത്തിലേറിയപ്പോൾ മദ്യക്കാർക്ക് വേണ്ടിയിട്ട് വിടിപടി ചെയ്തിട്ട് കോടികൾ അഴിമതി നടത്തിയെന്ന് പറഞ്ഞില്ലേ അണ്ണാ ഹസാരെ? എന്നിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ പറയുന്ന AAP-യെ കൂട്ടി നടക്കുന്ന, കേജ്രിവാളിനെ കൂട്ടി നടക്കുന്ന ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊന്നും പറയണ്ട. ഉത്തരേന്ത്യ സംസ്ഥാനം 4% വോട്ട് പോലും ഇപ്പോൾ ഇല്ല. മുൻപ് 50% വോട്ടുണ്ടായിരുന്നു. അവിടെ മത്സരിക്കാൻ കഴിയാണ്ടാണ് പലരും ഓടിയിട്ട് നേതാക്കന്മാർ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയുള്ള ആളുകളൊന്നല്ല. ഞങ്ങളൊക്കെ പൊതുസമൂഹത്തെ പ്രവർത്തിക്കുന്നവരാ, സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നവരാ. അവിടെ ഞങ്ങൾ CPM-ന് എന്തിനാ